ആര് എത്ര സൗന്ദര്യവൽക്കരിച്ചാലും, ആരെത്ര മോഡലായി അവതരിപ്പിച്ചാലും, നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ മാർഗം സ്വീകരിച്ചാലും പടച്ച റബ്ബ് വിലക്കിയതാണോ? എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു തഖ്വ, ആ ഒരു തഖ്വ ഒരു സഹോദരനിൽ ഉണ്ടാവണമോ, ഒരു സഹോദരിയിൽ ഉണ്ടാകണമോ? അവർക്ക് വേണ്ടത് അറിവാകുന്നു. ഇന്നലെ സ്ഥലത്ത് വാതിന് പോയപ്പോ ഞാൻ ചോദിച്ചു അവിടെ ഉസ്താദിനോട്, 7ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? അപ്പൊ ഉസ്താദ് പറഞ്ഞു 25 ആളുണ്ട്. 8ൽ എത്ര ഉണ്ട് എന്ന് ചോദിച്ചപ്പോ ഉസ്താദിന് എന്നെ പറയാനൊരു മടി. ഉസ്താദ് പറഞ്ഞു 6 ആളുണ്ട്. ഒരു സങ്കടം ആലോചിച്ചു നിങ്ങൾ. 7ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് 25 ആളുണ്ട്, കഴിഞ്ഞ വർഷത്തെ കണക്കാ. 8ലെത്തിയപ്പോ എത്ര എണ്ണ കുറഞ്ഞത്? അതാ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് തഖ്വ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തഖ്വ ഉണ്ടാകണമെങ്കിൽ ദ്വാരനാ മാത്രം പോരാ. ദ്വാരനാ മാത്രം പോരാ, അതിന്റെ മരുന്ന് വേണ്ടേ? എന്താണ് ആ മരുന്ന്? അത് ഇൽമാണ്. ഇൽമ അവർക്ക് പകർന്നു കൊടുക്കുക. എല്ലാവരും മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടാണ് നന്നാക്കിയത്.